പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. മായന്നൂർ കുത്താമ്പുള്ളി പാലത്തിന്റെ കാന തകർന്നതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മായന്നൂർ കുത്താമ്പുള്ളി പാലത്തിന്റെ കാന ഒറ്റമഴയ്ക്ക് തകർന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിന് സമീപം പ്രതിഷേധ സംഗമം നടത്തിയത്. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ള ഈ പ്രതിഷേധ യോഗത്തിന് ആധാരമായിട്ടുള്ള വിഷയം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അറിഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. ഏകദേശം 34 കോടി രൂപ മുടക്കി സംസ്ഥാന ഗവൺമെൻറ് പണിതിട്ടുള്ള കുത്താമ്പുള്ളി മായന്നൂർ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ആ പാലത്തിൻ്റെ അപകടാവസ്ഥയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ മുന്നോട്ട് വന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ സാഹചര്യത്തിൽ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായിട്ടുള്ള ഒരു മഴയ്ക്ക് തന്നെ, ഒരൊറ്റ മഴയ്ക്ക് തന്നെ ഈ പാലവുമായി ബന്ധപ്പെട്ട് അതിനനുബന്ധമായി നിർമ്മിച്ചിട്ടുള്ള കാന തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പാലത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ദീർഘദൂരമുള്ള കാന നമുക്കറിയാം, ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറ്റവും ആവേശത്തോടു കൂടിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് നോക്കിക്കണ്ടത്. ഇന്ന് ആ ജനങ്ങൾ തന്നെ ഏറ്റവും അപകടകരമായും ആശങ്കയോടും കൂടിയാണ് ഇന്ന് ഈ പാലത്തിൻ്റെ അവസ്ഥയെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു സൂചനാ തരത്തിൽ ഇന്നൊരു പ്രതിഷേധ സംഗമം ഇവിടെ നടത്തുന്നത്. DCC ജനറൽ സെക്രട്ടറി പി സുലൈമാൻ പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തന്നെ കൊണ്ടാഴിയിലെ മായന്നൂർ തിരുവല്ലാമല എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാം ഏറ്റവും വലിയ ഒരു മേജർ പ്രോജക്റ്റാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ, ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തിലായ ഈ സാഹചര്യത്തിലാണ് ഈ പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 3-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വെച്ച ഈ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള അതിൻ്റെ ആ കാനയുടെ അപര്യാപ്തത കൃത്യമായ യാതൊരുവിധ ഉദ്ദേശശുദ്ധിയോടുകൂടി കൃത്യമായ ചിട്ടയോടുകൂടി ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആ സ്ലാബ് അതിൽ പാലം പോലും അതിൽ ഒരു കമ്പി പോലും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് പണി കഴിച്ച് വളരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള വളരെ കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു പ്രവർത്തനം ഇവിടെ ഈ പദ്ധതിയുമായി ഇവിടെ ഉണ്ടാവാൻ കാരണം. കേരളത്തിലെ എല്ലാ റോഡുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. പല റോഡുകളും ഇതുപോലെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ തിരക്ക് പിടിച്ച് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞു, വരാൻ പോകുന്ന ഇലക്ഷനെ മുന്നോടി കണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെ ഭയത്തിലും പ്രയാസത്തിലുമാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റൊന്നും കൂടുതൽ പറയുന്നില്ല. ഈ സംഭവിച്ച ഇതിൻ്റെ ഈ കെടുകാര്യസ്ഥത വളരെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ MP ഉണ്ട്, ഒരു MLA ഉണ്ട്. കൃത്യമായി ഈ 34 ലക്ഷത്തോളം രൂപ കോടി രൂപ ചെലവ് ചെയ്തുള്ള ഈ വലിയ പ്രോജക്റ്റ് അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി ഈ ജനങ്ങളെ നേരിടേണ്ടി വന്നതിൽ അതിനാവശ്യമായ അതിൻ്റെ കൃത്യവിലോപം ആര് നടത്തിയെങ്കിൽ തന്നെ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TC വിനോദ് അധ്യക്ഷനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നേരിൽ കാണുകയാണ്. ഇപ്പോൾ ഇതിവിടെ നിർമ്മാണം നടക്കുന്നു. ഇവിടെ കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാനയുടെ സ്ലാബ് പണിയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും.
തകർന്ന് വീണ് കിടക്കുന്ന ഈ സ്ലാബുകളിൽ ഒരു കൊടക്കമ്പി പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു 20 മീറ്റർ മാത്രമാണ് പണിയുന്നത്. ഏകദേശം ഒരു 250-300 മീറ്റർ കാന അപ്പുറത്തെ പണം തിരിച്ചിരിക്കുകയാണ്. ഇതിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കൃത്യമായ ഉദ്യോഗസ്ഥരും വിജിലൻസും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും, ഒരു കമ്പി പോലും ഇവിടെ അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മാത്രം കമ്പി ഉപയോഗിച്ച് പണിയാൻ കഴിയുമെങ്കിൽ ഇതിൽ മാത്രം കമ്പി ഉപയോഗിച്ച് പണിതാൽ മതിയോ എന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തണം. ഇന്നലെ ഇവിടെ JCB തട്ടിയിട്ടാണ് ഈ പാലം പൊളിഞ്ഞത് എന്ന് പറയുന്ന ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധികാരികളും വന്ന് പറഞ്ഞവർ ഇന്ന് എന്തുകൊണ്ട് ഇവിടെ കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ പാലം പണിയുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത കാണിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത്. കോൺഗ്രസ് നേതാവ് ശിവൻ വീട്ടിക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ഇതിലല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലവും വികസന കാര്യത്തിൽ വളരെ കാഴ്ചപ്പാടോട് കൂടിയ പ്രവർത്തനങ്ങളാണ് മുൻ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിവന്നിരുന്നത്. ഈ കുട്ടാമുള്ളി മായന്നൂർ പാലം എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രതീക്ഷയ്ക്ക് വളരെയധികം സന്തോഷകരമാവുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഇതിൻ്റെ പാർശ്വഭിത്തി, ആ പാർശ്വഭിത്തി, കാനയുടെ പാർശ്വഭിത്തി തന്നെ കേവലം ആദ്യത്തെ പ്രകൃതിയുടെ വരദാനമായ ആ ആദ്യ മഴയിൽ തന്നെ ഇതിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു എന്നുള്ളത് ഇതിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായ ആളുകൾ ഇവിടെ ഉണ്ട്. ഇവർ ഇലക്ഷൻ എടുക്കുമ്പോൾ അങ്ങോട്ട് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഉന്നത അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികളായ ആളുകൾ ഇതിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നപ്പോൾ ഈ സ്ഥലം പോലും സന്ദർശിക്കാൻ ഇവർ വൈമനസ്യം കാണിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള ലോക്കലായ ജനപ്രതിനിധികൾ ഇവിടെ വന്നു. അതുപോലെ തന്നെ ഇവരുടെ പോഷക സംഘടനകളുടെ ആളുകൾ ഇവിടെ ഞങ്ങൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ, പ്രതിഷേധം അറിയിച്ചപ്പോഴൊക്കെ അവരിവിടെ അതിനെ ഒരു സംരക്ഷണമായിട്ട് അവരോട് വരികയുണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ അതിന് കൗണ്ടർ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് കുട്ടിക്കളിയല്ല, ഇത് കേവലം കുട്ടിക്കളിയല്ല. നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികളൊക്കെ മണ്ണ് കൊണ്ട് വണ്ണപ്പം ചൂടുക, അതുപോലെ പാലം നിർമ്മിക്കുന്ന പോലെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇത് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയാണ് ഇത് കാണുന്നത്. 34 കോടി രൂപ മുടക്കി പണിത പാലത്തിന്റെ നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരുടെയും നിർമ്മാണ കമ്പനിയുടെയും കടുത്ത അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ നടന്നുവരുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബിജു തടത്തിവിള, കെ സുദേവൻ, MK അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് ജോസഫ് ആന്റണി, പഞ്ചായത്ത് മെമ്പർ AB ബാലഗോപാലൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് B കോമളം, B നിഷമോൾ, P സുജാത, ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട്, CK ഉണ്ണികൃഷ്ണൻ, EK മനോജ്, P രാജേഷ്, K രാധാകൃഷ്ണൻ, CS പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ വേനൽക്കാലത്ത് തന്നെ ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ അവിടുത്തെ ഡ്രൈനേജ് ഉൾപ്പെടെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ ഈ മായന്നൂർ മേഖലയിലും കുത്താമ്പള്ളി മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. ചെറിയൊരു മഴയത്ത് തന്നെ കമ്പി പോലും ഇടാണ്ടെയാണ് ഈ വർക്കുകൾ നടന്നിരിക്കുന്നത്. കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതാണ് ഇവിടെ കൊണ്ടാഴി മണ്ഡലത്തിന് പറയാനുള്ളത്. CCV ന്യൂസ്, കൊണ്ടാഴി.